കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർവ്യൂ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. കോടതി വിധിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭാര്യ മെയിൻ്റനൻസിന് വേണ്ടി ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ആ ഭാര്യ ആദ്യം ചെയ്യേണ്ടത് ഭാര്യയുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ഭർത്താവും എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കോടതിയിൽ ഫയൽ ചെയ്യണം. ഇങ്ങനെ ഫയൽ ചെയ്തതിനു ശേഷം ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഏകദേശം തുല്യമാണ് എന്ന് വിചാരിക്കുക. അതായത് രണ്ടാളുടെയും ലിവിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് ഇൻ്ററിം മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്, അതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഈ പറയുന്ന അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫോം ഫില്ല് ചെയ്തിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോമിൽ എന്തെങ്കിലും സ്വത്തുവകകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനും അതിൻ്റെ ഡീറ്റെയിൽസ് കോടതിയിൽ എവിഡൻസ് ആയിട്ട് കൊടുക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.